വികസനം പറഞ്ഞ് വോട്ട് തേടുകയാണ്. അതായത് A to Z കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് LDF ജനങ്ങളെ സമീപിക്കുന്നത്. പക്ഷേ അവിടെ എന്താണ്, നിങ്ങളെന്താണ് ഉയർത്തിയത്? ഡീൽ ആരോപണം ഉയർത്തുന്നു. പിന്നീട് അതായത് BJP CPM അന്തർധാര എന്നടക്കമുള്ള കാര്യങ്ങൾ, ശബരിമല, സ്വർണ്ണക്കൊള്ളയടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് തൊട്ട് കാണിക്കാൻ തക്ക രീതിയിൽ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ, അല്ലെ കൈതൊട്ട് നോക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവർക്ക് സാധ്യമായ കാര്യങ്ങൾ അവർ പറയുന്നു. അതാണ് LDFന്റെ അവകാശവാദം. മറിച്ച് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ UDF എന്താണ് പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണം നടത്തുന്ന പിണറായി സർക്കാർ തുടക്കം മുതൽ തന്നെ കേരളത്തിലെ ജനങ്ങളോട് വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുമ്പ് തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ അവകാശവാദവുമായിട്ടാണ് ഈ പാർട്ടി അധികാരത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു പദ്ധതിയും കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കുവാൻ ഈ ഗവൺമെന്റിന് സാധിച്ചില്ല എന്ന നിരാശാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം, ജനമുന്നേറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് കേരളത്തിലെ UDFന് അനുകൂലമാകും. UDFന്റെ ഒരു വലിയ തരംഗം ഈ സംസ്ഥാനത്ത് ആഞ്ഞു വീശുന്നുണ്ട്. അത് LDFന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിക്കുന്ന ഒരു ജനവിഭാഗം തന്നെ, CPMന്റെയും LDFന്റെയും ജനവിഭാഗം തന്നെ, നിഷ്പക്ഷരായ ആളുകളും ഈ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് വലിയ ഒരു കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വോട്ട് കച്ചവടം. അത് ഡീൽ എന്ന പേരിൽ നമുക്ക് പറഞ്ഞാൽ RSSും ഇടതുപക്ഷവുമായി, RSSും CPM നേതാക്കന്മാരുമായി ഡയറക്റ്റ് ഒരു ഡീല് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഈ സംസ്ഥാനത്ത് BJP 140 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യ ചേരികളിൽ മുഴുവൻ വലിയ പ്രത്യാശയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ BJP മുന്നണി മത്സരിക്കുന്ന ഇടത്ത് 2020 എന്ന് പറയുന്ന അപ്രസക്തമായ ഒരു രാഷ്ട്രീയ രംഗത്തില്ലാത്ത ഒരു പാർട്ടിക്ക് സംസ്ഥാനത്ത് 20 സീറ്റ് നൽകിക്കൊണ്ടാണ് BJP ഈ മത്സര രംഗത്തേക്ക് വരുന്നത്. ഈ മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഈ 20 സീറ്റിലും ഇടതുപക്ഷക്കാരെ സഹായിക്കാൻ വേണ്ടി BJP വോട്ട് കച്ചവടം നടത്തുന്നതിന് BJPയും CPMന്റെ ഉന്നത നേതാക്കന്മാരുമായി സംസ്ഥാനം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ഒരു കരാറുണ്ട്. ആ ഡീല് ഇവിടെ വർക്കൗട്ട് ആകില്ല. ഇവിടുത്തെ ജനങ്ങൾ ആ ഡീല് തിരിച്ചറിയും. ആ ഡീലിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ ഡീലുമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ. ഇവിടുത്തെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ബഹുമാനായ KC വേണുഗോപാൽ ഉൾപ്പെടെ, ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ ഉൾപ്പെടെ വർഗീയ ശക്തികളുമായി ഞങ്ങൾക്ക് ഒരു കാലത്തും സന്ധിയില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയുന്നുണ്ടോ? ഇന്നിപ്പോൾ നോക്കൂ, ഫാത്തിമ തെഹ്ലിയുടെ കൺവെൻഷൻ നടത്തുന്നത് ആരാണ്, സംഘടിപ്പിക്കുന്നത് ആരാണ്? അവിടെ വെൽഫെയർ പാർട്ടിയാണ്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചു. ആ കൺവെൻഷനിൽ നിന്നും ഫാത്തിമ വിട്ടുനിന്നു. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഉറച്ച ശബ്ദത്തോടുകൂടി പറയാൻ നിങ്ങൾക്ക് ആകുന്നില്ല. അതൊരു പോരായ്മയെ മാറുന്നില്ലേ? അല്ല, കൃത്യമായും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കൃത്യമായി UDFന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പബ്ലിക്കായി തന്നെ പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർഗീയ ശക്തികളുമായി ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ധാരണയുമില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മറിച്ച് നമുക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് പരിശോധിക്കാം. SDPയെ നന്നാക്കുന്നതിന് വേണ്ടിയാണ് അവരുമായി ഞങ്ങൾ സഖ്യം ചേർന്നത് എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പദപ്രയോഗവും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൂട്ടി വായിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി, ഒരു ചെറിയ നേട്ടത്തിന് വേണ്ടി വർഗീയ ശക്തികളുമായി ഞങ്ങൾ സന്ധി ചേരാനും കൂട്ടുകൂടാനും തയ്യാറാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന പ്രസ്താവനയാണ് ബഹുമാനായ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു BJPയുമായി മാത്രമല്ല SDPയുമായും വർഗീയ ശക്തികളുമായും വോട്ടിന് വേണ്ടി അവർ സഖ്യം ചേരാൻ ഒരു വലിയ ഡീൽ ഈ സംസ്ഥാനത്ത് RSSും CPMുമായും BJPയും CPMുമായും SDPയും CPMുമായും ഒരു ഡീൽ ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഉറപ്പിച്ചത് UDFനെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ UDFനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനാണ്, LDFന് അധികാരത്തിൽ കയറാനാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഈ ഡീൽ കേരളത്തിൽ നടപ്പാവില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്.